ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ആണ് ഡെസിമൽ ഫോംസ് അല്ലെങ്കിൽ ദശാംശ രൂപങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതിൽ ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് അഡീഷനും സബ്ട്രാക്ഷനും അല്ലെ. ഡെസിമൽ നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നതും സബ്ട്രാക്ട് ചെയ്യുന്നതും നമ്മളെ കുറച്ച് കുഴപ്പിക്കുന്ന കാര്യമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാ ടെക്സ്റ്റ് ബുക്കിൽ ഇത് പറഞ്ഞിരിക്കുന്നത്, ആദ്യം ഡെസിമൽ നമ്പർ എടുക്കുന്നു, അതിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റുന്നു, ഭിന്നസംഖ്യയിലോട്ട് മാറ്റുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഡിനോമിനേറ്ററുകൾ സെയിം ആക്കുന്നു, എന്നിട്ട് ആഡ് ചെയ്യുന്നു, എന്നിട്ട് തിരിച്ച് പിന്നെയും ഡെസിമൽ ആക്കുന്നു. അങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇത് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയൊരു കോളത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലംസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് മിസ് പറഞ്ഞുതരാം. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ എടുത്ത് എഴുതണം. ഇതാ നോക്കിക്കോ, 4.3 പ്ലസ് 2.5. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചെറിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഡെസിമൽ നമ്പറുകളിലെ ഡെസിമൽസ് ഒരേ ലൈനിലാണോ എന്ന് നോക്കിയാൽ മതി. ആ 2 ഡെസിമൽ ഇല്ലേ, കുത്ത്, ആ കുത്ത് ഒരേ ലൈനിലാണോ എന്ന് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ബാക്കിയൊക്കെ സിമ്പിളാണ്. എന്ത് ചെയ്യുക, സാധാരണ പോലെ ആഡ് ചെയ്യുക. 5 + 3 8, ഡെസിമൽ പോയിന്റ് 4 + 2 6. ഉത്തരമായി. ഡെസിമലിലേക്ക് അല്ലേ, ഫ്രാക്ഷനിലോട്ട് മാറ്റണ്ട, തിരിച്ചു മാറ്റണ്ട, ഒന്നും വേണ്ട. ഡെസിമൽ പോയിന്റുകൾ ഒരേ ലൈനിലാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇനി രണ്ടാമതൊരു ചോദ്യം ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കുക. സെയിം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്പർ എഴുതുന്നു. 3.5 പ്ലസ് രണ്ടാമത്തെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഡെസിമൽ പോയിന്റുകൾ ഒരേ ലൈനിൽ വരണം. 6.25. അതായത് ഇവിടെ നിങ്ങൾ നോക്കുക, ഡെസിമൽ പോയിന്റുകൾ ഒരേ ലൈനിലാണോ, ആണ്. പക്ഷെ മിസ് ഒരു പ്രശ്നമുണ്ട്, ഈ 5ന്റെ മുകളിൽ നമ്പർ ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെ നമ്പർ കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു 0 നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കാം. ലാസ്റ്റിലേക്ക് 0 ഇടുന്നതിൽ തെറ്റില്ല. അപ്പൊ 0 ഇട്ടു. ഇനി സാധാരണ പോലെ ആഡ് ചെയ്യുക. 5 + 0 5 എന്ന് വരും, 5 + 2 7 എന്ന് വരും, ഡെസിമൽ 6 + 3 9. ഉത്തരമായി. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചാപ്റ്ററിലെ എല്ലാ ചോദ്യങ്ങളും എല്ലാ കോൺസെപ്റ്റുകളും പഠിക്കാനായിട്ട് സാധിക്കും. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് നമ്മുടെ വജ്ര ബാച്ച് ഉള്ളത്. അപ്പൊ ആരെങ്കിലും ഇനി ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ, അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം.